പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു 4 മണി പലഹാരമാണ്, നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. കായ ബജ്ജിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ട്രൈ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ കായ എടുത്തിട്ടുണ്ട്. കായ ഞാനിവിടെ എത്ര വേണേലും ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഞാനിവിടെ 4 എണ്ണമാണ് എടുക്കുന്നത്. അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഈ ഒരു വലുപ്പത്തിലൊക്കെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ മുഴുവനായിട്ടും ആ ഒരു പച്ച കളർ മുഴുവനായിട്ടും കളഞ്ഞതിന് ശേഷം 2-3 പ്രാവശ്യം വെള്ളത്തിലിട്ടിട്ടൊന്ന് കഴുകിയെടുത്തതാണ്. നേരെ കട്ട് ചെയ്യുമ്പോൾ വെള്ളത്തിലോട്ടിടും. അതിനുശേഷം 2 പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിന് വേണ്ട ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പോളം കടലമാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഒരു കളറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് അല്പം ചേർത്ത് കൊടുത്താൽ മതി. കളറിന് വേണ്ടി മാത്രം ഞാൻ ചേർത്ത് കൊടുത്തതാണ്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നല്ലൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മാവിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു കാര്യം കൂടി ചേർക്കാനുണ്ട്. ബേക്കിംഗ് സോഡ ചേർക്കണം. ഞാനിവിടെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത്രയും ചേർക്കുന്നുള്ളൂ. അതിനുശേഷം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ബേക്കിംഗ് സോഡ വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. നമുക്കിത് പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ഓയിൽ നന്നായിട്ട് ചൂടാക്കി ഇട്ടിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇതൊരു ഭാഗം നന്നായിട്ട് വേവായതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. മറുഭാഗവും നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പെട്ടെന്ന് തന്നെ കോരി മാറ്റാം, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. ഇപ്പം നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നല്ല ചമ്മന്തി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് മല്ലി ചമ്മന്തിയാണ്. മല്ലിയില വെച്ചിട്ട് മല്ലിയിലയും തേങ്ങയും മുളകും ചേർത്തിട്ടുണ്ടാക്കിയ ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ബജ്ജി ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനായിട്ടും വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ബൈ.